എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓണം ഇത് അടുത്തെത്തി. എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ. തിരുവോണത്തിന് പാലട പ്രഥമൻ ഇല്ലാതെ ഒരു സദ്യ നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. പക്ഷേ അതിനു വേണ്ടി പാല് തിളപ്പിച്ച് അടയും പഞ്ചസാരയും ഒക്കെ ഇട്ട് സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് മാറാതെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ പലരും അത് വേണ്ടാന്ന് വെക്കലാണ് പതിവ്. പക്ഷേ ഇനി അങ്ങനെ കഷ്ടപ്പെടണ്ട. നമുക്കൊരു വലിയ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ, അതായത് ഒരു 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത് കയ്യിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതിനുള്ള എളുപ്പ വഴി എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം അട നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു 3 ലിറ്റർ പാല് പ്രഷർ കുക്കറിൽ തിളപ്പിച്ചെടുക്കണം. അത് അടച്ചു വയ്ക്കാതെ വേണം തിളപ്പിക്കാൻ. പാല് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ തുറന്ന് വയ്ക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പാലിൻ്റെ മീതെയുള്ള പാട ഒരു കയ്യിൽ കൊണ്ട് പുറത്തേക്ക് എടുക്കണം. ചിലർക്ക് പായസത്തിലെ പാൽപ്പാട ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അതിനാണ് പാട നീക്കുന്നത്. ഇപ്പം നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള അട ഒരു 5-6 പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ച് കഴുകണം. എന്നിട്ട് അതിലെ വെള്ളം ഊറ്റിക്കളയണം. ഇനിയിപ്പോൾ ഈ അട നമ്മൾ പ്രഷർ കുക്കറിലുള്ള പാലിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 750 ഗ്രാം പഞ്ചസാരയും ചേർക്കണം. അതൊന്ന് നന്നായി ഇളക്കി പഞ്ചസാര മുഴുവൻ അലിയിക്കണം. ഇനിയിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് തിളപ്പിക്കണം. ഈ സമയത്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അത് അടയ്ക്കണം. പക്ഷേ വെയിറ്റ് വയ്ക്കാൻ പാടില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ കുക്കറിൻ്റെ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റീം നന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കതിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം നന്നായി കുറച്ചിട്ട്, അതായത് എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുക്കറിലെ പ്രഷർ താണ ഉടനെ പോയിട്ട് അത് തുറക്കരുത്. ഇതൊരു 6 മണിക്കൂറിൻ്റെ ശേഷമൊക്കെയാണ് തുറക്കണതെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് സെറ്റായി നല്ല ഒരു കളറും ടേസ്റ്റും ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. രാവിലെ എണീറ്റ ഉടനെ പായസം ഉണ്ടാക്കി 20 മിനിറ്റ് തിളപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഈ കുക്കർ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ടൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങളതൊരു 6 മണിക്ക് വെച്ചാൽ തന്നെ നിങ്ങൾക്കത് 12 മണിക്ക് തുറക്കാൻ പറ്റും. അപ്പോഴേക്കും അത് ഇരുന്ന് സെറ്റായി നല്ല കളറും ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടണം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇടണം. അത് നന്നായി ഇളക്കിയ ശേഷം വിളമ്പാം. ഈ ഓണത്തിന് ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.